സമസ്തയ്ക്ക് ഇന്ന് 10,000-ലേറെ മദ്രസകളുണ്ട് എന്ന് പറയുന്നവർ ആരാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പഠിക്കണം. ബാഫഖി തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും ലീഡർഷിപ്പാണ്. വടകരയിൽ വെച്ച് ചേർന്ന സമ്മേളനത്തിലാണ് സമസ്ത മത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നത്, ബാഫഖി തങ്ങളെ അതിൻ്റെ ലീഡർഷിപ്പ് ഏൽപ്പിക്കുന്നത്. മുഷാവറയിൽ പോലുമില്ലാത്ത ബാഫഖി തങ്ങളാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ കട്ടില സ്ഥാപിക്കുന്നത്. സമസ്തയെ നയിക്കുന്ന കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഒരു ഭാഗത്തുണ്ടായപ്പോൾ ആര് കട്ടില വെക്കണമെന്ന് ചോദിച്ചപ്പോൾ മുഷാവറയിൽ അംഗം പോലുമല്ലാത്ത ബാഫഖി തങ്ങളെയാണ് കട്ടില വെക്കാൻ ഏൽപ്പിച്ചത്. സമസ്ത മുഷാവറയിൽ ബാഫഖി തങ്ങളില്ല, എന്നിട്ടും മുഷാവറ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചിട്ടുണ്ട് മഹാനായ ബാഫഖി തങ്ങൾ. ഇതൊക്കെ പൈതൃകം, സമസ്തയുടെ പൈതൃകം പഠിച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് ബാഫഖി തങ്ങളെയും പൂക്കോയത്തങ്ങളെയും കിട്ടും. രണ്ടാമതുണ്ടാക്കിയ പോഷക സംഘടനയാണ് സുന്നി യുവജന സംഘം SYS. ആരാണ് അതിൻ്റെ പ്രസിഡന്റ്? അതിനെ നയിച്ചത് ജീവന്റെ തുടിപ്പുള്ള ഒരു സംഘടനയായി, 10,000-കണക്കിന് മുസ്ലിം യുവാക്കൾ ഒഴുകിയെത്തിയ ഒരു സംഘടനയായി അതിനെ മാറ്റിയെടുത്തത് പാണക്കാട് പൂക്കോയത്തങ്ങളുടെ അത്യാധ്വാനമാണ് അല്ലേ? ഈ രണ്ട് പോഷക സംഘടനകളെ ആ കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. രണ്ടിനും ലീഡർഷിപ്പ് കൊടുത്തത് ഒന്ന് ബാഫഖി തങ്ങളും ഒന്ന് പൂക്കോയത്തങ്ങളുമാണ്. അവരുണ്ടാക്കിയതാണ് 10,000-കണക്കിന് മദ്രസകൾ. അവരുണ്ടാക്കിയതാണ് ഈ നാട്ടിൽ കാണുന്ന എല്ലാ അറബിക് കോളേജുകളും. പട്ടിക്കാട് ജാമിയ, പട്ടിക്കാട് കോളേജ്, നന്ദി കോളേജ്, കടമേരി കോളേജ്, ദാറുൻ നജാത്ത്, അതുപോലെ തന്നെ നമ്മുടെ നിരവധി സ്ഥാപനങ്ങൾ നോക്കൂ. ആ സ്ഥാപനങ്ങൾക്കൊക്കെ തറക്കല്ലിട്ടതും അത് ഉദ്ഘാടനം ചെയ്തതും ആരാന്ന് പോയി നോക്കൂ നിങ്ങൾ. ഒക്കെ പാണക്കാട് തങ്ങന്മാരാണ്. ഈ മുക്കർ ഉമ്മർ മൊയിലേരൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ചരിത്രം പോയി പഠിക്കണം. ആ പൈതൃകത്തിൽ തന്നെയാണ് ഇതൊക്കെ വളർന്നത്. ഈ നാട്ടിൻപുറത്തെ മദ്രസകളും പള്ളികളും അറബിക് കോളേജുകളൊക്കെ ഉണ്ടാക്കാൻ ഈ മഹാന്മാരായ തങ്ങന്മാർ മുന്നിൽ നിന്ന് സമുദായത്തോട് പൈസ ചോദിച്ചു. അവർ ചോദിച്ചുകൊണ്ടാണ് പൈസ കൊടുത്തത്. നിങ്ങളൊന്ന് പിരിക്കാൻ ഇറങ്ങി, ഒരു മദ്രസ ഉണ്ടാക്കാൻ നിങ്ങളൊന്നിറങ്ങി. അവരുടെ ഒരു പൊട്ടൻഷ്യലാണ്. ആർക്കതിൽ സംശയമുള്ളത്?